ഇടതുപക്ഷം ശ്രീലങ്കയിലും പിടിമുറുക്കി എന്നതിൽ വീണ്ടും കാര്യങ്ങൾ വ്യക്തമാകുകയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെയാണ് വിജയിച്ചത്. ഇപ്പോഴത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ ലങ്ക നെഞ്ചോട് ചേർത്തിരിക്കുന്നു. കഴിഞ്ഞ തവണ 3 സീറ്റ് മാത്രം നേടിയ NPP ഇത്തവണ 3-ൽ 2 ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ഇടതിന്റെ ഗംഭീര വിജയം എന്ന് തന്നെ അതിന് പറയണം. ഇടത് വിപ്ലവ നേതാവും ശ്രീലങ്കയുടെ പ്രസിഡന്റുമായ അനിലകുമാര ദിസനായുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പവർ സഖ്യത്തിന് വീണ്ടും ലംഘനം നൽകിയത് ചരിത്ര വിജയം. 225 പാർലമെന്റിൽ 159 സീറ്റാണ് മുന്നണി നേടിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരമുന നേതൃത്വം നൽകുന്ന NPP സഖ്യത്തിന്റെ വമ്പം ജയം തന്നെയാണ്. 113 സീറ്റാണ് കേവല ഭൂരിപക്ഷം എന്നുകൂടി ഓർക്കണം. ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും വേണ്ടി, ഇന്ധനത്തിനു വേണ്ടി മണിക്കൂറുകളോളം പൊരിവേലത്ത് നിന്ന് കലാപകലുഷിതമായിരുന്ന നാടായിരുന്നു ശ്രീലങ്ക. മാറ്റത്തിന് വേണ്ടി ഇതാ ഒരിക്കൽ കൂടി ലങ്ക വിധി എഴുതിയിരിക്കുന്നു. ശ്രീലങ്ക വീണ്ടും ചുവന്നിരിക്കുന്നു. ദുരിതക്കയത്തിൽ നിന്നും കടക്കണിൽ നിന്നും രക്ഷപ്പെടണമെന്ന ജനങ്ങളുടെ ആഗ്രഹം, അതുകൊണ്ട് അവർ പിന്തുണ പ്രഖ്യാപിച്ചത് ദിസ്നായിക്ക് തന്നെയാണ്. പാർലമെന്റിലെ 3 സീറ്റിൽ നിന്നും 159 സീറ്റിലേക്കുള്ള കുതിപ്പ് അങ്ങനെ സംഭവിച്ചു. ജനങ്ങൾക്കൊപ്പം നിന്ന രാഷ്ട്രീയ നയസമീപനത്തിന് ലങ്കൻ ജനത നൽകിയ അംഗീകാരം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ദിസനായിക്ക് 42% വോട്ട് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ കണ്ടു, ഇത്തവണ 62%-ലേറെ വോട്ട് NPP സഖ്യം ദിസനായിയുടെ നേതൃത്വത്തിൽ നേടിയിരിക്കുന്നു. തമിഴ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലും NPP മുന്നേറിയതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. മുൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ് തിങ്ങിപ്പാർക്കുന്ന വടക്കൻ ജാഫ്ന മേഖലയിലും NPPക്ക് കനത്ത ഭൂരിപക്ഷം ലഭിച്ചു. അഴിമതി തുടച്ചു നീക്കി പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് വഴി തുറക്കുമെന്ന ദിസ്നായികയുടെ ആ പ്രഖ്യാപനത്തെ ജനം കയ്യിലെടുക്കുകയായിരുന്നു. അഴിമതിക്കെതിരായ ഉറച്ച നിലപാടും എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേപോലെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന നയസമീപനങ്ങളും ദിസ്നായിക്ക് അനുകൂലമായി. ആഭ്യന്തര യുദ്ധകാലത്ത് തമിഴ് വംശത്തിൽ നിന്നും ശ്രീലങ്കൻ സർക്കാർ പിടിച്ചെടുത്ത ഭൂമി തിരികെ നൽകുമെന്നും ദിസ്നായിക പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം തമിഴർക്കിടയിൽ വരെ ദിസനായിക്ക് അനുകൂലമായ ഘടകങ്ങളായി. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എടുക്കേണ്ട തീരുമാനവും അതുതന്നെയാണ്. നവോദാര സാമ്പത്തിക നയങ്ങൾ തകർത്തതാണ് ശ്രീലങ്ക. 2 വർഷം മുമ്പാണ് ആ ജനകീയ പ്രക്ഷോഭം ഉണ്ടായത്. അതിന്റെ ഭാഗമായാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രമായി വന്ന ജനതാ വിമുക്തി പെരുമുനയുടെ നായകനായ അനിലകുമാര ദിസനായികയെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടം നേടിയത്. രജപക്സെ സഹോദരന്മാരുടെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച പ്രക്ഷോഭത്തിന് പിന്നിലാണിരുന്ന ആ യുവത ദിസനായികയിലാണ് വിശ്വാസം അർപ്പിച്ചത്. എന്തായാലും അഴിമതിയും കെടുകാര്യസ്ഥതയുമൊക്കെ അസമത്വമൊക്കെ ലങ്കയിൽ നിന്നും അവസാനിപ്പിക്കുന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ദിസനായികയുടെ നേതൃത്വത്തിലുള്ള NPP ജനവിധി നേടിയത്. പാർലമെന്റിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചതിലൂടെ കൂടുതൽ ജനക്ഷേമ പരിപാടികളുമായി സഖ്യത്തിന് മുന്നോട്ട് പോകാനാകും. ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ദിസനായിക്കുള്ളത്. ഭരണഘടന ഭേദഗതിക്കുള്ള ഭൂരിപക്ഷവും സഖ്യത്തിനുണ്ട്. ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ജനതയല്ലാതെ. ശ്രീലങ്കയെ ദാരിദ്ര്യത്തിലേക്കും കടക്കെണിലേക്കും തള്ളിവിട്ട വലതുപക്ഷ സാമ്പത്തിക നയങ്ങളിൽ എന്തായാലും മാറ്റം വരും. IMF അടക്കമുള്ള ഏജൻസികളുടെ ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കില്ല എന്നും JVP ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കാതെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പറഞ്ഞ് അവർക്കൊപ്പം നിന്നപ്പോൾ തമിഴ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം NPPക്ക് പിന്തുണ നൽകി. അതുകൊണ്ട് തന്നെ എക്കാലത്തും ഇടത് പ്രസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന വിജയമാണ് ശ്രീലങ്കയിൽ NPPയും ദിസനായികയും നേടിയിരിക്കുന്നത്.